ബുദ്ധിശക്തിയുള്ള അന്യഗ്രഹജീവികളുണ്ടോ എന്നത് ഗൂഢവാദക്കാരുടെ മാത്രമല്ല ശാസ്ത്ര സമൂഹത്തിന്റെയും അന്വേഷണ വിഷയമാണ്. ബുദ്ധിശക്തിയുള്ള ഏലിയൻ സമൂഹങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങൾ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. റേഡിയോ സന്ദേശങ്ങൾ അയച്ചും ഭൂമിയിലേക്ക് വരുന്ന റേഡിയോ സന്ദേശങ്ങൾ പിടിച്ചെടുത്ത് പരിശോധിച്ചുമാണ് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ പ്രവർത്തിക്കുന്നത്. 1960 കോർണൽ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ ഫ്രാങ്ക് ഡ്രേക്ക് പ്രോജക്ട് ഓസ്മ എന്ന പേരിൽ ആദ്യ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ പരീക്ഷണ പദ്ധതി നടത്തി. 1955 വലിയ ചെവിയെന്നു വിളിപ്പേരുള്ള വമ്പൻ ടെലിസ്കോപ്പുമായി ഒഹായോ സ്റ്റേറ്റ് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ പദ്ധതി നിലവിൽ വന്നു. അന്യഗ്രഹതിരച്ചിലിലെ വളരെ നിഗൂഢമായ ഒരു സംഭവം നടന്നത് ഈ ടെലിസ്കോപ്പിലാണ്. 1977 ആയിരുന്നു ഇത്. ഒരു ദുരൂഹ സിഗ്നലായിരുന്നു അത്. വൗ എന്നാണ് ശാസ്ത്രജ്ഞർ ഈ സിഗ്നലിന് കൊടുത്തിരിക്കുന്ന പേര്. യുഎസിലെ ഒഹായോ സർവകലാശാലയിലെ റേഡിയോ ടെലിസ്കോപ്പിലാണ് സിഗ്നൽ എത്തിയത്. സജിറ്റേറിയസ് നക്ഷത്ര സമൂഹത്തിൽ നിന്നു വന്ന സിഗ്നലിന് ദുരൂഹമായ രൂപമായിരുന്നു. 72 സെക്കൻഡുകളായിരുന്നു ഇതിന്റെ ദൈർഘ്യം. സജിറ്റേറിയസ് നക്ഷത്ര സമൂഹത്തിനടുത്തുകൂടി കടന്നുപോയ ഒരു വാൽനക്ഷത്രത്തിന്റേതായിരുന്നു ശബ്ദമെന്ന് പിന്നീട് ചില ശാസ്ത്രജ്ഞർ വിശദീകരണം നൽകിയെങ്കിലും തെളിവുകൾ കുറവായിരുന്നു. ഇത്തരം ദുരൂഹ സിഗ്നലുകൾ സയൻസ് ഫിക്ഷൻ നോവലുകളുടെയും സിനിമകളുടെയുമൊക്കെ ഇഷ്ടവിഷയങ്ങളാണ്. 1985 പ്രശസ്ത ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ കാൾ സാഗൻ രചിച്ച കോണ്ടാക്ട് എന്ന നോവലിന്റെ ഇതിവൃത്തം ഇതാണ്. നോവലിലെ നായികയായ എലനോർ ആരോവേയ്ക്ക് 26 പ്രകാശവർഷങ്ങൾ അകലെയുള്ള വീഗ നക്ഷത്ര സമൂഹത്തിൽ നിന്ന് ഒരു സന്ദേശം ലഭിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് നോവലിന്റെ കഥ. കോയി മിൽഗയെ തുടങ്ങിയ ഇന്ത്യൻ സിനിമകളിലും ഇത്തരം സംഭവങ്ങൾ പ്രമേയമായി എത്തിയിട്ടുണ്ട്. 2020 പ്രോക്സിമ സെഞ്ചുറിയിൽ നിന്നും ഇത്തരമൊരു സിഗ്നൽ ലഭിച്ചു. സൂര്യൻ കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് ഇത്. ഈ നക്ഷത്രത്തിന്റെ ഗ്രഹസംവിധാനത്തിൽ നിന്നു സവിശേഷമായ ഒരു റേഡിയോ തരംഗം ചില ഓസ്ട്രേലിയൻ ഗവേഷകർക്കു ലഭിച്ചു. പതിവ് പോലെ അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള ചർച്ച ആഗോളതലത്തിൽ ഉയർത്തിവിട്ടു ഈ സിഗ്നൽ. BLC-1 എന്നാണ് ഈ സിഗ്നലിന് ശാസ്ത്രസമൂഹം അന്ന് പേര് നൽകിയത്. ഓസ്ട്രേലിയയിൽ അന്യഗ്രഹജീവികളെ കണ്ടെത്തുന്നതിനും അവയുടെ പഠനത്തിനുമായി രൂപീകരിച്ചിട്ടുള്ള ബ്രേക്ക് ത്രൂ ലിസൺ എന്ന സ്ഥാപനത്തിലെ ഗവേഷകർക്കാണ് സിഗ്നൽ ലഭിച്ചത്. പ്രോക്സിമ സെഞ്ചുറിയെ ഇവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സിഗ്നൽ എത്തിയത്. ഭൂമിയിൽ നിന്നും 4.2 പ്രകാശവർഷം അകലെയാണ് പ്രോക്സിമ സെഞ്ചുറി. നമ്മുടെ സൂര്യനെ പോലെ തന്നെ ഈ നക്ഷത്രത്തിന് ചുറ്റിയും ഗ്രഹങ്ങളുണ്ട്. ഇതിൽ നമുക്ക് അറിയാവുന്നത് 2 ഗ്രഹങ്ങളെയാണ്. അതിലൊരു ഗ്രഹമാണ് പ്രോക്സിമ സെഞ്ചുറി ബി. ഭൂമിയേക്കാൾ അല്പം വലുപ്പം കൂടുതലുള്ള ഈ ഗ്രഹം നക്ഷത്രത്തിനു ചുറ്റും ജീവന് സാധ്യതയുള്ള മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പണ്ടേ അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ സിഗ്നൽ വന്നപ്പോൾ തന്നെ ഇത് ആ ഗ്രഹത്തിൽ നിന്നാകാം എന്നാണ് പല ഗവേഷകരും അനുമാനിച്ചത്. വന്ന സിഗ്നലിനും ഒരു പ്രത്യേകതയുണ്ട്. 982.002 മെഗാഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള ഈ സിഗ്നൽ അത്യപൂർവമാണ്. പ്രകൃതിദത്തമായി ഒരു സംഭവവികാസങ്ങളും ഈ ഫ്രീക്വൻസിയിൽ പ്രപഞ്ചത്തിൽ സിഗ്നൽ പുറപ്പെടുവിക്കില്ലെന്നു ശാസ്ത്രജ്ഞർ പറയുന്നു. ബഹിരാകാശത്തേക്കു നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾക്കും ഈ രീതിയിൽ സിഗ്നൽ പുറപ്പെടുവിക്കാനുള്ള കഴിവില്ല. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സമൂഹങ്ങളിൽ നിന്നാണ് ഇത്തരം സിഗ്നലുകൾ വരികയെന്നു പെൻസിൽവേനിയ സർവകലാശാലയിലെ ഗവേഷകൻ ജേസൺ റൈറ്റിനെ പോലുള്ളവർ പ്രസ്താവിച്ചതും ദുരൂഹത കൂട്ടുകയാണ് ഉണ്ടായത്. ഇനി ചിലപ്പോൾ ഇത് അന്യഗ്രഹ ജീവികൾ ആയിരിക്കുമോ?